വിൻ്റർ ആയാൽ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് വണ്ടിയുള്ളവരാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐസ് സ്ക്രൈപ്പ് ചെയ്യണം, മഞ്ഞ് കോരി മാറ്റണം, വീൽ മഞ്ഞിൽ പുതഞ്ഞു പോയാൽ പൊക്കി കയറ്റണം, വൈപ്പർ ലിക്വിഡ് വാങ്ങി ഒഴിക്കണം, ടയർ മാറ്റണം, കൊളിഷൻ ഉണ്ടാകാൻ നോക്കണം. ഇനി വിൻ്ററിൽ വണ്ടി എടുക്കണമെന്ന് വിചാരിച്ചാലോ ബാറ്ററി വീക്കാകുകയും ചെയ്യും. അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ പോലും മഞ്ഞ് തട്ടേണ്ടി വരും എന്ന അവസ്ഥ. വണ്ടി ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ എളുപ്പമാണ്. അടുത്തുള്ള യാത്രകൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കാൻ സമയമായി. ഇത് കണ്ടില്ലേ, ഇന്നലെ പെയ്ത മഞ്ഞ് വെയിൽ കൊണ്ടുറഞ്ഞ് ഗ്ലാസിൽ ക്രിസ്റ്റൽ രൂപപ്പെട്ടു. അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകാൻ ഇറങ്ങിയതാണ്, ഇനി അത് നടക്കില്ല. സാധാരണ ഇറങ്ങുന്നതിലും അരമണിക്കൂർ മുന്നെങ്കിലും ഇറങ്ങിയിരിക്കണം. ലാറ്റ്വിയ ഹയർ ലാറ്റിറ്റ്യൂഡ് പ്രദേശമായതിനാൽ വിൻ്ററിൽ കുറച്ച് സൺലൈറ്റ് കിട്ടുള്ളൂ. 6 മുതൽ 7 മണിക്കൂർ മാത്രമാണ് സൂര്യപ്രകാശം. അന്തരീക്ഷം ചൂടാകാനുള്ള ചൂട് കിട്ടുന്നുമില്ല. കൂടാതെ ബാൾട്ടിക് സീയുടെ കരയിലായതുകൊണ്ട് ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് ഉള്ള തണുപ്പ് നല്ല ഹാർഷായി ഫീൽ ചെയ്യും. കോൾഡ് ആർട്ടിക് ആൻഡ് സൈബീരിയൻ കാറ്റ് ബാൾട്ടിക് റീജിയനിലേക്ക് കയറുമ്പോൾ തണുപ്പ് -15 മുതൽ -25 വരെ താഴെ പോകാറുണ്ട്. ഭൂപ്രദേശം പരന്നതായതിനാൽ റഷ്യയിൽ നിന്നും സൈബീരിയയിൽ നിന്നും വരുന്ന കാറ്റിനെ ചെറുക്കാൻ തടസ്സങ്ങളൊന്നുമില്ല. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ഡിപ്രഷൻ എന്നിവ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ സർവ്വസാധാരണമാണ്. അത് മറികടക്കാൻ റൂമിൽ തന്നെ ഇരിക്കാതെ ലെയർ ഡ്രസ് ധരിച്ച് ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങും. മൈൻഡ് റിഫ്രഷായി കിട്ടും. 3-4 മാസം സഹിക്കേണ്ടതല്ലേ.